ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിയെടുത്ത ശബരിമല ശാസ്താവിന്റെ തങ്കം എവിടെയാണ്? 1999 സ്ഥാപിച്ച ദ്വാരപാലക ശില്പത്തിലെ പാളികൾ തന്നെയാണോ ഇപ്പോഴുള്ളത്? ശ്രീകോവിലിലെ മുഴുവൻ സ്വർണവും തട്ടിയെടുക്കാനുള്ള വലിയ പ്ലാനിന്റെ തുടക്കമാണോ ഇപ്പോൾ പാളിയത്? കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ നിരവധി. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ ഉത്തരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും SITയുടെ കണ്ടെത്തലിലും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും ഈ സംഘം തട്ടിയെടുത്തത് 2 കിലോയോളം, കൃത്യമായി പറഞ്ഞാൽ 200 പവനിലധികം സ്വർണമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. തട്ടിയെടുത്ത സ്വർണം ഉരുക്കി വിറ്റുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഉരുക്കിയത്? ആരാണ് വാങ്ങിയത്? എന്തായിരുന്നു പ്രതിഫലം? ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഗൂഢസംഘത്തിൽ? ഇങ്ങനെയുള്ള SITയുടെ ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ മറുപടികളില്ല. ജൂലൈ 20 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികളുമായി യാത്ര ആരംഭിക്കുന്നു. ആദ്യം പോയത് ബാംഗ്ലൂരിലേക്ക്, അവിടെ സൂക്ഷിച്ചത് 1 ദിവസം. അതിനുശേഷം പോയത് ഹൈദരാബാദിലേക്ക്, 39 ദിവസമാണ് അവിടെ സൂക്ഷിച്ചത്. ശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഓഗസ്റ്റ് 29 തീയതി എത്തി. അവിടെ വെച്ചാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പരിശോധനയും പൂജയും നടന്നത്. കഴിഞ്ഞില്ല. വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഈ പാളികൾ ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ബെല്ലാരിയിലേക്ക് പോകുന്നു. ബെല്ലാരിയിൽ നിന്ന് തിരികെ വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. അതും കഴിഞ്ഞാണ് സന്നിധാനത്തേക്ക് മടങ്ങിയെത്തിയത്. പൊന്നുപോയ വഴിയിലെ ദുരൂഹതകൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരമില്ല. എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുമ്പിൽ വരും. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ഉണ്ടാക്കിയും മുരാരി ബാബുവും ജയശ്രീയും അടക്കം ദേവസ്വം വിജിലൻസിന്റെ പട്ടികയിലുള്ള 9 പേർ. ഈ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ എന്നിവരെ പരിചയമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. കൊള്ളയിൽ, സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപ്പട്ടികയിൽ പേരുണ്ടായിട്ടും ഉദ്യോഗസ്ഥരെ തൊടാത്തതെന്തേ? അതിനു മാത്രം ഉത്തരമില്ല. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരെ തൊട്ടാൽ മറ്റാരുടെയെങ്കിലും തലയുരുളുമോ എന്ന സംശയം പലർക്കുമുണ്ടെന്ന് ചിന്തിക്കാമല്ലോ. ദിവസം ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചതിലാണ് അടിമുടി ദുരൂഹതയുള്ളത്. കാണാമറയത്തെ ആദ്യ പേരുകാരനും അവിടെയാണ്. നാഗേഷ്. അനന്തസുബ്രഹ്മണ്യം ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ ഏൽപ്പിച്ചത് നാഗേഷിനെയാണ്. ബാംഗ്ലൂർ സ്വദേശി എന്ന് SIT വിലയിരുത്തുന്ന നാഗേഷാണോ അയ്യപ്പൻ്റെ സ്വർണം ഹൈദരാബാദിൽ ഉരുക്കിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒടുവിലത്തെ മൊഴിപ്രകാരം സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം ഉരുക്കിയത്. ഉരുക്കിയ സ്വർണം ആരു വാങ്ങിയെന്നിടത്താണ് രണ്ടാം പേരുകാരൻ കൽപേഷ്. ഉന്നതർ പിന്നിലുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയ കൽപേഷാണോ ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ? അങ്ങനെയെങ്കിൽ കൽപേഷിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പല വഴിക്ക് നടക്കും. പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിന് ഇതുവരെയും കൽപേഷിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു സംശയം ഉയരും. കൽപ്പിത കഥയാണോ കൽപേഷ്? കേവലം 2 കിലോ സ്വർണം കൊണ്ട് കൂട്ടുപ്രതികളെ ഒന്നാകെ തൃപ്തിപ്പെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് ഗൂഢാലോചന നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്ന് കരുതാൻ കഴിയില്ല. അപ്പോഴാണ് 2 ചോദ്യങ്ങൾ ഉയരുന്നത്. ഒന്ന്, വിശ്വാസികൾ അമൂല്യമായി കാണുന്ന ശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി. ആ സ്വർണ്ണപ്പാളിയിലെ സ്വർണം അടർത്തി മാറ്റിയെടുത്ത ശേഷം ആ പാളികൾ വിശ്വാസത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റോ? 2, ശബരിമലയാകെ കൊള്ളയടിക്കാനുള്ള ഗൂഢശ്രമമായിരുന്നു ഇവിടെ നടന്നത്. അതിൻ്റെ ആദ്യ ശ്രമം പാളിയതാണോ നമ്മൾ കണ്ടത്? SIT
തൊട്ടടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.